ഈ രാജ്യത്ത് കഴിഞ്ഞ കുറേ കാലമായി സംഘപരിവാർ നടത്തിക്കൊണ്ടിരിക്കുന്ന പ്രവർത്തന പദ്ധതിയുടെ ഏറ്റവും അവസാനത്തെ ഇരയാണ് കഴിഞ്ഞ ദിവസം പാലക്കാട് കൊല്ലപ്പെട്ട ഈ റാം നാരായൺ എന്ന് പറയുന്ന ചെറുപ്പക്കാരൻ്റെ കൊലപാതകം എന്ന് പറയുന്നത്. അത് RSSൻ്റെ പ്രവർത്തന പദ്ധതിയുടെ ഭാഗമാണ്. അതല്ലാതെ പെട്ടെന്നൊരു ദിവസം ഏതെങ്കിലും ഒരു പ്രകോപനത്തിൻ്റെ ഭാഗമായി ഉണ്ടായ ഒരു കൊലപാതകമോ ഒരു സംഘർഷമോ ഒന്നുമല്ല. അത് ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ചുകൊണ്ട്, ബംഗ്ലാദേശി മുസ്ലിം ആണെങ്കിൽ അയാൾ കൊല്ലപ്പെടേണ്ടവനാണ് എന്ന ആശയത്തെ ഇവർ എത്ര വിദഗ്ധമായിട്ടാണ് ഇവർ ഓരോ ചെറുപ്പക്കാരിലേക്കും RSSൻ്റെ നേതാക്കളായിട്ടുള്ള ചെറുപ്പക്കാരിലേക്ക് ഇവർ അത് ഇഞ്ചക്ട് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഞെട്ടലോടെയാണ് കേരളം കാണുന്നത്. അദ്ദേഹം കുറേ പേരുകളും ഇതിൽ പ്രതിയാക്കപ്പെടാത്ത ആളുകളുടെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇതിൽ പ്രതിയാക്കപ്പെട്ട ആളുകൾ തന്നെ നമുക്കറിയാം. മുരളി എന്ന് പറയുന്ന ഒരു പ്രതി, അനു എന്ന് പറയുന്ന ഒരു പ്രതി, ഇവർ രണ്ടുപേരും RSSൻ്റെ പ്രവർത്തകരാണ്. 4 പേര് RSSൻ്റെ പ്രവർത്തകരാണ്. ഇവർ 2 പേർ സഖാവ് സ്റ്റീഫനെയും സഖാവ് വിനോദിനെയും വധിക്കാൻ ശ്രമിച്ച കേസിലെ പ്രതികളാണ്. ഇങ്ങനെ നിരന്തരമായിട്ടുള്ള 10ഓ 15ഓ കേസിൽ പ്രതികളായിട്ടുള്ള, 4ഓ 5ഓ കേസിൽ പ്രതികളായിട്ടുള്ള, അട്ടപ്പള്ളം പ്രദേശത്ത് കേസിൽ പ്രതികളായിട്ടുള്ള, മറ്റു പ്രദേശത്ത് പാലക്കാട് ജില്ലയിലെ വിവിധ സ്റ്റേഷനുകളിൽ പ്രതികളായിട്ടുള്ള ക്രിമിനൽ സംഘപരിവാരത്തിന് വേണ്ടി കൊട്ടേഷൻ പരിപാടികൾ നടത്തുന്ന, RSSന് വേണ്ടി കൊട്ടേഷൻ പരിപാടികൾ നടത്തുന്ന, ആ ആശയത്തെ ഏറ്റെടുത്ത് നടക്കുന്ന ആളുകളാണ് ഈ കൊലപാതകത്തിന് നേതൃത്വം കൊടുത്തെന്ന കാര്യത്തിൽ ഇവിടെ ആർക്കും ഒരു സംശയവുമില്ല. സംഘപരിവാറിന്റെ രാഷ്ട്രീയ കൊട്ടേഷൻ ഏറ്റെടുത്ത് നടപ്പിലാക്കുന്ന ഗുണ്ടകൾക്കിടയിൽ 4ാം പ്രതി ആനന്ദന്റെ റോൾ എന്താണ്? അദ്ദേഹത്തിന്റെ രാഷ്ട്രീയം CI2-ന്റേതാണ് എന്നുള്ളതാണ്. അദ്ദേഹം പറഞ്ഞു അല്ല, അദ്ദേഹം CI2-ൽ ഉണ്ടായിരുന്നു എന്നാ പറഞ്ഞത്. ഞാൻ അതിന്റെ വ്യക്തമായി അതിന്റെ കാര്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടാണ് പറയുന്നത്. അതിൽ ഉൾപ്പെട്ടിട്ടുള്ള ഈ 4 പ്രതികളും നിങ്ങൾ വെറുതെ തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടി ഓരോന്ന് പറയരുത്. അങ്ങനെ അതിൽ ഇടതുപക്ഷത്തുള്ള അല്ലെങ്കിൽ CPM-ന്റെ ഭാഗമായി നിൽക്കുന്ന, CI2-ന്റെ ഭാഗമായി നിൽക്കുന്ന ഒരാളും അതേ പ്രതികളല്ല. അതിൽ കൃത്യമായി അതിലെ ഓരോ പ്രതികളുടെയും കേസുകൾ, അവരുടെ പേരിലെ കേസുകൾ ഉൾപ്പെടെ വ്യക്തമായി നമുക്ക് ഇവിടെ പറയാൻ കഴിയും. ഇപ്പൊ ഈ ചർച്ചയുടെ തുടക്കത്തിൽ BJP-യുടെ പ്രതിനിധി 4ാം പ്രതി ആനന്ദൻ CI2 പ്രവർത്തകനാണ് എന്നുള്ളത്, ഈ 1ഉം 2ഉം 3ഉം 5ഉം പ്രതികളുടെ പേര് പറയാതെ 4ാം പ്രതിയുടെ പേരെടുത്തു പറഞ്ഞത് ഞങ്ങളുടെ പ്രവർത്തകൻ മാത്രമല്ല, അതിൽ CI2-ന്റെ പ്രവർത്തകനുണ്ട് എന്നുള്ള കൃത്യമായ ആരോപണമാണല്ലോ. അത് നിഷേധിക്കാൻ നേരത്തെ ഞാൻ പറഞ്ഞു, പക്ഷെ അദ്ദേഹം അത് ചെവിക്കൊണ്ടില്ല. അത് നിഷേധിക്കാനോ ഞങ്ങളുടെ ആളോ അല്ല എന്ന് പറയാനുള്ള എല്ലാ സ്വാതന്ത്ര്യവും അവസരവും നിങ്ങൾക്കുണ്ട്. പക്ഷെ അത് ചെയ്തു പോകണം. അല്ല, അദ്ദേഹം പോലും ഇപ്പൊ ചർച്ചയിൽ പങ്കെടുക്കുന്ന BJP-ക്ക് വേണ്ടി സംസാരിക്കുന്ന അദ്ദേഹം പോലും പറഞ്ഞത് DYFIയുടെ മുൻ പ്രവർത്തകനാണ് എന്നാണ്. അതിന്റെ ആ ഒരു തന്ത്രം നിങ്ങൾ അത് കേൾക്കാത്തത് കൊണ്ടാണ് ഞാനത് വ്യക്തമായി കേട്ടു. മുൻ DYFI പ്രവർത്തകൻ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതുകൊണ്ടാണ് ഞാൻ അത് മുൻ DYFI പ്രവർത്തകൻ എന്നൊക്കെ പറയുന്നതിന് അങ്ങനെ അല്ല, മുൻ DYFI പ്രവർത്തകനാണ് എന്ന ക്ലെയിം മാത്രം അദ്ദേഹത്തിന് പോലും ഉള്ളൂ. ഞാൻ അതിന്റെ വ്യക്തമായി ഞാൻ മനസ്സിലാക്കുന്നത് അയാൾ RSSന്റെ പ്രവർത്തകനാണെന്ന് മാത്രമല്ല, വെറുതെ ഇല്ലാത്ത കാര്യങ്ങൾ. ഏത് ബ്രാഞ്ചിന്റെ സെക്രട്ടറിയാണ് നിങ്ങൾ പറയൂ? ഏത് ബ്രാഞ്ചിന്റെ സെക്രട്ടറിയാണ്? തെറ്റായ കാര്യം മാധ്യമങ്ങളുടെ മുമ്പിൽ വന്നിരുന്നു, ലൈവ് ചർച്ചയിൽ വന്നിരുന്നു. അല്ല, ഞാൻ നിങ്ങളെ വെല്ലുവിളിക്കുന്നു. ഞാൻ ഈ ചർച്ച ഞാനിത് കൃത്യമായി പറയുന്നു. ഞാൻ വളരെ കൃത്യമായി പറയുന്നു. അതിൽ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള ആളുകളിൽ ഒരാൾ പോലും പ്രതി ചേർക്കപ്പെട്ടു എന്ന് മാത്രമല്ല, അതിൽ ഏതെങ്കിലും തരത്തിൽ ആ ദൃശ്യങ്ങളിലുള്ള ആളുകളിൽ ഒരാൾ പോലും DYFIയുടെയോ CI2-വിൻ്റെയോ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളുടെ ഭാഗമായി നിൽക്കുന്ന ഒരാൾ പോലും അതിലില്ല. അങ്ങ് പറഞ്ഞു ഏതൊരു കോൺഗ്രസിന്റെ പ്രവർത്തകയുമായി ബന്ധപ്പെട്ട് പറഞ്ഞു. അതും ഞാൻ പരിശോധിക്കാതെ ഞാനും അത് ഏറ്റെടുക്കാൻ തയ്യാറാകുന്നില്ല. DYFIയുടെയോ CPIM-ൻ്റെയോ CI2-വിൻ്റെയോ ഒരു പ്രവർത്തകൻ പോലും, ഒരു പ്രവർത്തകർ ബന്ധപ്പെട്ട് നിൽക്കുന്ന ഒരാളും അതിൽ ഉൾപ്പെട്ടിട്ടില്ല എന്ന് ഹൃദയത്തിൽ കൈവച്ച് ഞങ്ങൾക്ക് പറയാൻ സാധിക്കും. ഞങ്ങൾ ഈ രാജ്യത്തെ മതനിരപേക്ഷ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്ന ആളുകളാണ്. ഞങ്ങൾ ഈ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് ആളെ കൊല്ലാൻ വേണ്ടി നിങ്ങൾ വടിയെടുത്ത് കുന്തമെടുത്ത് ആളെ കൊല്ലാൻ നിൽക്കുമ്പോൾ അതിന് കൂട്ടുനിൽക്കുന്ന രാഷ്ട്രീയം പ്രചരിപ്പിക്കുന്നവരല്ല. ഇവിടെ ഓരോ മനുഷ്യൻ, ഒരു സാധാരണക്കാരായ മനുഷ്യൻ, ആ മനുഷ്യൻ ജോലി തേടി ഈ നാട്ടിലേക്ക് വരുമ്പോൾ ബംഗ്ലാദേശിയാണോ എന്ന് ചോദിച്ച് അയാളെ കൊന്നുകളയാൻ, തല്ലി അടിച്ച് പരിക്കേൽപ്പിച്ച്, മുഖത്ത് മുറിവുകളുണ്ട്, ശരീരത്ത് മുഴുവൻ മുറിവേൽപ്പിച്ച്
ഒരു മനുഷ്യനെ കൂട്ടം കൂടി നിന്നിട്ട് കൊന്നു കളഞ്ഞിട്ട് പിന്നെ അതിൽ ആ രാഷ്ട്രീയമുണ്ട് ഈ രാഷ്ട്രീയമുണ്ട് എന്നൊക്കെ പറയാൻ അത് ചെറിയ ഒരു തൊലിക്കട്ടി ഒന്നും പോരാ എന്ന് ഞാൻ അങ്ങേ ഓർമ്മപ്പെടുത്തുകയാണ്. ഈ ഘട്ടത്തിലെങ്കിലും അതിനെ തള്ളി പറയാൻ അങ്ങക്ക് ഏതെങ്കിലും ഒരു ജനാധിപത്യ ബോധം അങ്ങ് നയിക്കുന്നുണ്ടെങ്കിൽ ഈ കേരളത്തിന്റെ പ്രത്യേക രാഷ്ട്രീയ സാഹചര്യത്തിലെങ്കിലും ഒരു BJP പ്രവർത്തകയിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു ജനാധിപത്യ ബോധം ഉണ്ടല്ലോ, അതിലെങ്കിലും നിന്നുകൊണ്ട് അതിനെ തള്ളി പറയാനും അതിനോട് ഞങ്ങൾ ഒരു തരത്തിലും അംഗീകരിക്കുന്നില്ല എന്ന് പറയാൻ അങ്ങ് തയ്യാറാകണമെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇത് കേരളത്തെ ലജ്ജിപ്പിക്കുന്ന ഒരു നിലപാടാണ്. എങ്ങനെയാണ് പാലക്കാട് പോലെ ഒരു സ്ഥലത്ത് പോലും ഇത് സംഭവിക്കുന്നു എന്നുള്ളത് അത്ഭുതത്തോടെയാണ് നമ്മൾ നോക്കിക്കാണുന്നത്.